എം.വി. ജയരാജന് ഈ കോടതിയോട് എന്നു മുതലാണ് ഇത്ര വലിയ ഭയഭക്തി ബഹുമാനമൊക്കെ വന്നത്? ഭയമില്ലെന്നാണ് തോന്നുന്നത്. കാര്യം ആ ഒരു ഭക്തി ഭക്തി ബഹുമാനം. വെച്ചാല് ബഹുമാനം, അതെ, ബഹുമാനമുണ്ട്, ഭക്തിയും ബഹുമാനവും. അത് ചിലപ്പോൾ വയസ്സും പ്രായവും ഒക്കെ കൂടിയതുകൊണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. നമ്മൾ അത് വിഷയത്തിലേക്ക് കറക്റ്റ് വരുമ്പോൾ ഈ റവാഡ ചന്ദ്രശേഖർ എന്ന പോലീസ് ഓഫീസറെ DGP ആയി CPM ഇപ്പോൾ അവർ ഉൾപ്പെട്ട CPM ഭരിക്കുമ്പോൾ, കേരളം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നിൽക്കുമ്പോൾ, മുഖ്യമന്ത്രിയായി ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് റവാഡയെ കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ദേശാഭിമാനി ദിനപത്രത്തിൽ പാർട്ടി നിയോഗിച്ചത് എം.വി. ജയരാജനെ കൊണ്ട് എഴുതിച്ചത്. പാർട്ടി പറഞ്ഞാലേ എം.വി. ജയരാജനെ എഴുതുള്ളൂ. അപ്പൊ എം.വി. ജയരാജൻ എഴുതിയതാകണമെന്നില്ല, ദേശാഭിമാനിലെ ഏതെങ്കിലും സീനിയർ റിപ്പോർട്ടർ എഴുതി കൊടുത്തിട്ട് ഇദ്ദേഹം ഒന്ന് ജസ്റ്റ് നോക്കിയതാകും, അത്ര ഇതിനകത്തുള്ളൂ. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കമന്റ് എന്ന് വെച്ചാൽ, റവാഡ ചന്ദ്രശേഖരനെ കേരള പോലീസ് DGP ആയി നിയമിച്ചതിൽ യാതൊരു വിവാദത്തിന്റെയും ആവശ്യമില്ലെന്ന് CPM സംസ്ഥാന സമിതി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറിയുമായി എം.വി. ജയരാജൻ. DGP നിയമനം വിവാദങ്ങളും വസ്തുതകളും എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ഈ ലേഖനം വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇവരുടെ CPM എന്ന് പറയുന്ന പാർട്ടി എഴുതാനായി കൊടുത്ത അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. ആ ജോലി അദ്ദേഹം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ, ഒന്ന് രണ്ട് ഇതുമായിട്ട് യോജിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഈ എം.വി. ജയരാജൻ അന്ന് യൂത്ത് നേതാവാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പിന്നെ എം.വി. രാഘവൻ പാർട്ടിയിൽ നിന്ന് എങ്ങനെയാ പോകുന്നത്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നത് ഈ പറയുന്ന ബദൽ രേഖ അദ്ദേഹം അവതരിപ്പിക്കുമ്പോഴാണ്. ഈ ബദൽ രേഖ അദ്ദേഹം അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ബദൽ രേഖയെ പിന്താങ്ങിയ ഒരു കൂട്ടം പേരുടെ ഇടയിൽ ഇന്നത്തെ പിന്നെ എം.വി. ഗോവിന്ദനുണ്ട്, ഈ E.P. ജയരാജനുണ്ട്, എം.വി. ഗോവിന്ദനുണ്ട്, ഈ എം.വി. ജയരാജനുണ്ട്. എന്തിന് പിണറായി വിജയൻ ഒഴികെ E.K. നായനാർ വരെ അദ്ദേഹത്തിന് ഒപ്പം നിന്നിട്ടുണ്ട്. ഈ ബദൽ രേഖ എന്ന് പറഞ്ഞാൽ ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പാർലമെന്ററി തലത്തിൽ തിരിച്ചു വരാം, അല്ലാതെ നമുക്ക് ഇനി ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നൊരു സജഷൻ അദ്ദേഹം വെച്ചു. അപ്പൊ MVR അന്ന് പാർട്ടിക്കകത്ത് ആരും ചോദ്യം ചെയ്യപ്പെടാത്തൊരു വ്യക്തിത്വമാണ്. അതിനെ ഈ പാർട്ടി ഇപ്പൊ VS അച്യുതാനന്ദൻ തുടങ്ങിയുള്ളവര് പാർട്ടിക്കപ്പുറം ആരും പൊങ്ങാൻ പാടില്ല. പാർട്ടി ആണ് CPM എന്ന് പറയുന്ന പാർട്ടി, അവർക്ക് അങ്ങനെ ഒരു ബൈലയാണുള്ളത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് വലുത്, പ്രസ്ഥാനത്തിന് മേളിൽ ആരും പോകില്ല. ഇത് ഈ പിണറായി വിജയൻ VS-നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് പാർട്ടിയെക്കാളും തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് പിണറായി വിജയൻ അല്ലേ? അപ്പൊ അത് അദ്ദേഹത്തിന് ആവുമ്പോൾ അടുപ്പിലുമാകാം എന്നുള്ള പഴഞ്ചൊല്ലി യാഥാർത്ഥ്യം അല്ലെ പിണറായി വിജയൻ. അപ്പോ അന്ന് ഈ പറയുന്ന MVR-നെ കൊല്ലാൻ തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ട കൂത്തുപറമ്പിലെ ചെറുപ്പക്കാർക്ക് ഒരു വേള അവർക്ക് പിറകിൽ നിന്ന് അവരെ അത് ചെയ്യരുതെന്ന് പറയാതെ കൂടെ നിന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ എം.വി. ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി. ഇന്നിപ്പോ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് പിണറായി വിജയനോടുള്ള ഉദ്ദിഷ്ട കാര്യത്തിലെ ഉപകാര സ്മരണ കൂടെ ആകാം എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. കാര്യം അദ്ദേഹത്തിനെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കിയെന്നുള്ളത് വിജയ്ക്കറിയാമോ? വിജയ്ക്ക് അറിയാം. അതായത് ഈ പറയുന്ന കണ്ണൂര് ADM ആയിരുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ബോഡി ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോലും കൊണ്ടുപോകാതെ, പോസ്റ്റ്മോർട്ടത്തിന് പോലും ഡോക്ടേഴ്സ് അവർ ചെയ്യാതെ ആ ഒരു വലിയ ക്രൂരകൃത്യം എത്രയും പെട്ടെന്ന് ബോഡി പെട്ടെന്ന് എൻബാം ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചതിൽ ഒരു വലിയ പങ്കുള്ള ആളാണ് ഈ എം.വി. ജയരാജൻ. അതൊരു ദൗത്യമായിരുന്നു. കാര്യം അദ്ദേഹം മരണപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്കകം ആ ബോഡി അവിടെ എത്തിക്കുന്നു. ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കള്ളന്മാര്, കാവാലികന്മാര് ഇവരുടെ കൊലപാതകമല്ല ആത്മഹത്യ എന്നാക്കി തീർക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ നിന്ന് രാഖിരായ്മാനാണ് ഈ ബോഡി ഇവിടെ എത്തിച്ചത്. അപ്പൊ അതിന്റെ പ്രത്യുപകാരമാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടാണ് ഇദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊരു ഉപകാര സ്മരണ അദ്ദേഹത്തിനുണ്ടാവും. പിന്നെ രണ്ടാമത്, എത്ര ഉളുപ്പുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. പുഷ്പനെ അറിയാമോ എന്ന പാട്ടും പാടി അല്ലെ ഈ പറയുന്നവരെ, മറ്റേ അലോഷി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗസൽ ഗായകനുണ്ട്, ഈ പാവം ചെറുപ്പക്കാരെ ഇളക്കി വിടാനായിട്ട് ഈ അലോഷിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ബലികുടീരങ്ങളെ എന്ന് പറയുന്ന പാട്ട് ഇന്നും ഏത് പാർട്ടി പരിപാടിക്കും ആദ്യം ഇടുന്നുണ്ട്. ഇവർക്ക് നാണമില്ല ഇതൊക്കെ ചെയ്യാനെന്ന് നമ്മൾ ചോദിച്ചു പോവുക. അതായത് നമ്മൾ ഈ അല്പം മുമ്പ് സംസാരിച്ചല്ലോ, ചൈന കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ എന്ത് കാര്യവും പണ്ടും EMS ഇങ്ങനെയാണ്. EMS ഇന്ന് വേണമെങ്കിൽ ഒരു കാര്യം, EMS നമ്മൾ വിമർശിക്കാൻ പാടില്ല, അദ്ദേഹം വലിയ ഭൗതികനാണ്. എന്നാലും EMS-ഉം ഇന്ന് ഈ പറയുന്ന കാര്യം നാളെ പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് മാറ്റി പറയും. അതാണ് CPM-ന്റെ നയം. അപ്പൊ ഇതിൽ മറ്റൊന്നുമില്ല. റവാഡ ചന്ദ്രശേഖർ കോടതി നിയമം, ചട്ടവും മാനദണ്ഡവും സുപ്രീം കോടതിയും പാലിച്ചാണ് റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവി
മേധാവിയായി നിയമിച്ചതെന്നും നിയമനം വിവാദമാക്കിയതിന്റെ പിന്നിലെ ചേതോ വികാരം ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു. ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്റെ ഒരു സംശയം, വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഈ ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ചെറുപ്പക്കാരനായിരുന്ന ഈ റവാഡ ചന്ദ്രശേഖർ അന്ന് ഇവിടെ വരുമ്പോൾ അന്ന് ഇദ്ദേഹത്തിനെതിരെ പത്മനാഭൻ നായർ കമ്മീഷൻ വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്ന് ഇ കെ നായനാർ ഗവൺമെന്റാണ്. 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നപ്പോൾ അതിന് ഉത്തരവാദിത്വം ഇട്ടത് ഇ കെ നായനാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. അന്ന് ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. ഈ പറയുന്ന എം പി ജയരാജനും എം പി ഗോവിന്ദനും ഇ പി ജയരാജനും ഒക്കെ ഇവർക്കൊക്കെ അന്ന് മോഹന വാഗ്ദാനം കൊടുത്ത് തിരിച്ച് MBR അടുത്ത് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അതായത് ഈ കൂത്തുപറമ്പ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടനത്തിന് MBR എത്തുമ്പോൾ അദ്ദേഹത്തിന് റോഡ് പണിക്കിട്ടിരിക്കുന്ന കരിങ്കൽ ചീള് കൊണ്ട് എറിഞ്ഞ് കൊലപ്പെടുത്താനാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെയാണ് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അവിടെ വന്ന് ഇറങ്ങുന്നത്. കാര്യം അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ഭയങ്കര മനോധൈര്യമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് MBR ഭയങ്കര ഗട്സ് ഉള്ളൊരു നേതാവായിരുന്നു. എടാ വാടാ തെണ്ടികളെ, എന്നാ നീ എന്നെ എറിഞ്ഞ് കൊന്നിട്ട് പോടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനെയാണ് പറഞ്ഞ തെണ്ടികളെ തെമ്മാടികളെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതില് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയത് ഒരു ധാർഷ്ട്യം തന്നെയല്ലേ? ധാർഷ്ട്യമല്ല, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. CPM എന്ന് പറയുന്ന പാർട്ടി, CP ജോൺ തുടങ്ങിയിട്ടുള്ള നിരവധി നേതാക്കൾ, ഈ MP ജയരാജൻ, പിന്നെ ബാക്കിയുള്ള നേതാക്കളൊക്കെ പിന്നെ AKGക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ലൊരു നേതാവാണ്, നല്ല സ്പിരിറ്റുള്ളൊരു നേതാവാണ്. അത് ഈ പറയുന്ന പാർട്ടിക്ക് സഹിക്കില്ല. CPM എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ പിണറായി വിജയന്റെ കേസിൽ മാത്രമാണ് ഇവർ പ്രസ്ഥാനമല്ല വലുത്, അവരത് പേടിച്ചിരിക്കുകയാണ്. പിണറായിയുടെ കേസിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്, അതും കൂടെ ഞാൻ പറയാം. MBRനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, തിരുവനന്തപുരത്ത് നേമത്തും പിന്നെ തൃശ്ശൂർ മാളയിലും കരുണാകരൻ മത്സരിക്കുന്ന സമയം എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഈ നേമത്ത് മത്സരിക്കുന്ന സമയത്ത് കളിയാക്കി പറയും, കരുണാകരന് 2 ഭാര്യമാരാണ്. കരുണാകരൻ മാളയിലും മത്സരിക്കും, നേമത്തും മത്സരിക്കും. തിരുവനന്തപുരം നേമത്ത്. അപ്പൊ മാളയിൽ അദ്ദേഹം ഈസി ആയിട്ട് ജയിക്കും, നേമത്തും അദ്ദേഹം ജയിക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് VJ തങ്കപ്പൻ എന്ന ഒരു നേതാവിനെ CPM നിർത്തുന്നു. അതായത് നാടാർ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമൊക്കെയാണ്. എവിടെ അവിടെ നിയമം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് ബോർഡറാ. അങ്ങനെ ഈ പറയുന്ന സമയത്ത് ഇവരുടെ ചുവരെഴുത്തുണ്ടായിരുന്നു. CPM കാരിച്ചു. അപ്പൊ ചുവരെഴുത്ത് എഴുതാൻ പോലും സമ്മതിക്കത്തില്ല. കരുണാകരന്റെ കാലത്തൊക്കെ CPM ഒക്കെ ആകെ കരുണാകരൻ 2 ടേം ആ ഒരു ടേമൊക്കെ ഭരിക്കുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് പുലികേശി നാരായണൻ അല്ല, ഈ പറയുന്ന ജയറാം പഠിക്കലിനെ പോലെയൊക്കെയുള്ള പോലീസ് ഓഫീസർമാരൊക്കെ ഉള്ള സമയമാണ്. ഈ ജയറാം പഠിക്കലിനെ പോലെയുള്ള പോലീസ് ഓഫീസർമാരുള്ള സമയത്ത് ബാക്കി പിന്നെ നിയമത്തൊക്കെയുള്ള DYSP എന്നൊക്കെ പറഞ്ഞാൽ കിടിലം പോലീസ് ഓഫീസർമാരാ. ഇദ്ദേഹം ഒരു തലക്കെട്ടൊക്കെ കെട്ടി ഈ മലപ്പുറം ഭാഗത്തോടൊക്കെ പോകുമ്പോൾ ചില മലപ്പുറത്തെ നമ്മുടെ ചില ആൾക്കാർ ഒരു കള്ളിമുണ്ട്, വെള്ളയിൽ ചില കള്ളിമുണ്ടൊക്കെ കൊടുത്ത് നിൽക്കും. അത് അവിടെ പോയാൽ ആ ദേശത്തുള്ള ആൾക്കാരുടെ ഒരു മുണ്ടാണ്, അത് ഈ കൈലിമുണ്ട. ഒരു കൈലിമുണ്ടൊക്കെ കൊടുത്ത് ഒരാൾ തലയെ കെട്ടി ഒരു അരക്കനി ബനിയനൊക്കെ ഇട്ട് ആൾക്കാരെ കൊണ്ട് പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ പോലീസ് വണ്ടി ഉണ്ടെങ്കിൽ നിർത്തി ചാടി ഇറങ്ങിയിട്ട് ചോദിച്ചു, നിന്റെ അടുത്തൊക്കെ ആര് പറഞ്ഞാ ഇവിടെ ചെവിരിൽ പെയിന്റ് അടിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ആ നിന്ന ആള് എന്നിട്ട് മുണ്ടൊക്കെ അങ്ങ് താത്തിട്ട് തലയിൽ കെട്ടങ്ങ് മാറ്റിട്ട് ചോദിച്ചു, തന്റെ തൊപ്പിമേ അടിക്കണോടോ, തന്റെ തൊപ്പി മാറ്റി തന്റെ നെറ്റിമേ അടിക്കണോടോ പെയിന്റ്? അപ്പോഴാണ് അത് MBR ആണെന്ന് അറിയുന്നത്. പോലീസ് നിന്നിട്ട് അപ്പൊ തന്നെ വണ്ടിയുടെ പോവാം. അപ്പൊ നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്ന പോലെ നമുക്ക് പോകാമെന്ന് പറയുന്നു. അതാണ് MBR. ആ MBRനെ ഒരു വേള നമ്മുടെ ഈ പറയുന്ന CP ജോൺ ഈ തോമസ് ഐസക്കിനെക്കാളും പാർട്ടിയിൽ ഉയർന്നു വരേണ്ട ആളായിരുന്നു. CP ജോണ് MBRനോടൊപ്പം പോയതാണ്, ആരാധകരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. അതായത് MP ജയരാജൻ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ദേശാഭിമാനി അദ്ദേഹത്തെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുമ്പോൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? അല്ലേ വിജയ്? അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? അല്ലെ? വെറുതെ എന്തിന് നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് സാധാരണക്കാരായ ചെറുപ്പക്കാരെ ബലിയാടാക്കി ആ കുടുംബത്തിനെ ഇത്രയും നിരാലംബരാക്കി അവരെ വെച്ച് നിങ്ങൾ പാട്ടും കച്ചേരിയും നടത്തി, എന്നിട്ട് ഇപ്പൊ ഒരു റവാഡെ കൊണ്ട് വെച്ചിട്ട് ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാര് ചെറുപ്പക്കാർ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്, തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം ഈ ഭാരതാംബ വിവാദമായിട്ട്. അതെ. അപ്പൊ ഇവര് നാളെ ഭാരതാംബ എടുത്ത് പൂജിക്കില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും അത് കറക്റ്റ് പോയിന്റ് ആണ്. ഇന്നിപ്പോ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ ചിത്രം വെച്ചു എന്ന് പറഞ്ഞ് സമരം ചെയ്ത് വിജയ്, അത് കറക്റ്റ് പോയിന്റ്. കാരണം നിലനിൽപ്പിന് വേണ്ടി ഇവർ ഏതറ്റം വരെ പോകും. കഴിഞ്ഞ ചൈന സർക്കാരിന്റെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ നിലനിൽപ്പിന് സംശയമുണ്ടോ? ഇവര് നാളെ വേണമെങ്കിൽ പറയും ഞങ്ങൾ അന്ന് ഭാരതാംബയെ പിന്നെ ഇതിനു വേണ്ടി പോയതല്ല, ഞങ്ങൾ പോയത് ഞങ്ങൾ ഷോ കാണിക്കാൻ പോയതാണ്. ഇപ്പൊ തന്നെ CPI ഒരു ഭാരതാംബ ഇറക്കിയിരുന്നു, അതറിയാലോ, പിൻവലിച്ചു. അതെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതില് ഇപ്പൊ ഇവര് ഈ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് ജനങ്ങളെ കണ്ണിപ്പൊടിയിടാനല്ല.
ഈ പ്രവർത്തകർ, അതായത് ഇവർക്ക് വേണ്ടി മണ്ടന്മാര്. തെരുവിൽ ഇറങ്ങിയ പ്രവർത്തകരുണ്ട്, ഇവര് കുറച്ച് ചോദ്യം വരും. അപ്പൊ ഇവരെ ഒന്ന് ഈ മണ്ടന്മാർക്ക് നിർത്താൻ വേണ്ടി നിർത്താം. ഈ മണ്ടന്മാർക്ക് എന്തെങ്കിലും ക്യാപ്സൂൾ കൊടുത്താൽ മതി, ഇവന്മാർ ആ ക്യാപ്സൂളും കൊണ്ട് നടന്നോളൂ. എല്ലായിടത്തും അത് അങ്ങ് പറഞ്ഞു നടന്നോളൂ. വിജയ് ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, ഇവിടെ ഇപ്പൊ എത്ര ചെറുപ്പക്കാരുണ്ട്? വയസ്സായ ആൾക്കാർ മാത്രമല്ലേ വീട്ടിലുള്ളൂ. പിള്ളേരൊക്കെ അവിടെ അന്യ സ്ഥലങ്ങളിൽ പോയി കാറ് കഴുകിയും ഹോട്ടൽ പണിയെടുത്തും ആ പൈസയ്ക്ക് പഠിച്ചുമാണ് പാവപ്പെട്ട കുട്ടികൾ ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന്റെ എണ്ണം കൂടിയപ്പോ ഇവിടുത്തെ ബിന്ദു എന്ന് പറയുന്ന ബഹുമാന്യ വ്യക്തി മന്ത്രി എന്താ പറഞ്ഞത്? വിദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ സർവകലാശാലകളിലേക്ക് വരുന്നെന്ന്. ഏതായാലും നമുക്ക് എം വി ജയരാജനിൽ തുടങ്ങി ബിന്ദു വരെ സംസാരിച്ചെങ്കിലും ഒറ്റ കാര്യമേ ഇതിൽ പറയാനുള്ളൂ. വിജയ് പറഞ്ഞ പോലെ ഓരോ ക്യാപ്സൂളുകള് പാവം ചെറുപ്പക്കാർക്ക് ഇങ്ങനെ എടുത്ത് ഇട്ടുകൊടുത്ത് മണ്ടന്മാര് തല്ലും കൊണ്ട് കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടന്ന് ജീവിതം പോകുന്നതേ മിച്ചം ഉണ്ടാവുള്ളൂ അല്ലെ? 5 പേരെ നിരത്തി 5 പേര് എന്താ പറയാ വെടിവെച്ച് നിഷ്കരണം കൊലയ്ക്ക് ഓർഡർ ഇട്ട പോലീസ് ഓഫീസറെ 30 വർഷത്തോളം, അതെ 30 വർഷം ശയ്യാ അവലംബനായി കിടന്ന പുഷ്പൻ അല്ലെ, ആ പോലീസ് ഓഫീസറെ ഈ പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അമിത്ഷായുടെ വാക്കിന് മുന്നിൽ തല കുമ്പിട്ട് ഏൽക്കേണ്ടി വന്നതിൽ CPM-കാർ ലജ്ജിച്ചാലും ഇല്ലെങ്കിലും സാധാരണ പ്രവർത്തകര്. പക്ഷെ കേരളം CPM-നെ ഓർത്ത് ലജ്ജിക്കുക തന്നെയാണ്.